ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ജീവിത പുരോഗതിക്ക് ആവശ്യമായ പോസിറ്റീവ് എനർജി എങ്ങനെ രൂപപ്പെടുത്താം എന്നൊന്ന് ധ്യാനിക്കുകയാണ്. പോസിറ്റീവ് എനർജി ഇല്ലാതെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പുരോഗതിയോ നന്മയോ ഉണ്ടാകുകയില്ല. എങ്ങനെ പോസിറ്റീവ് എനർജി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം? ദൈവം തന്നിരിക്കുന്ന ഈ വിശാലമായ കഴിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ, അതായത് സന്തോഷം, സമാധാനം, സ്നേഹം, ക്ഷമ, ദയ, ആനന്ദം, കരുണ, നന്മ, സൗമ്യത, വിശ്വസ്തത എന്ന് വേണ്ട ദൈവം നൽകിയ ദാനമായി നൽകിയിരിക്കുന്ന ഈ കഴിവുകളെല്ലാം ഒന്ന് ഉജ്ജ്വലിപ്പിക്കണമെങ്കിൽ ഒരു പ്രത്യാശയുള്ള, ഒരു ആത്മവിശ്വാസമുള്ള, ഒരു മനോധൈര്യമുള്ള, മാനസിക ആരോഗ്യമുള്ള, എന്തും ചെയ്യാൻ പോരുന്ന ഒരു ഇരുത്തം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഈ അനുഗ്രഹമൊക്കെ എന്നിലേക്ക് കൃപയായി ഒഴുകിയെത്തിക്കുള്ളൂ. അതുകൊണ്ട് എനിക്കിത് എങ്ങനെ കൂടുതൽ പോസിറ്റീവാക്കി മാറ്റാം, ഇത് എനിക്കെങ്ങനെ കൂടുതൽ വിജയത്തിലേക്ക് എത്താം, എനിക്ക് എൻ്റെ ദൈവത്തോട് ചേർന്ന് എങ്ങനെ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാം, ആ വചന വഴികളെപ്പറ്റിയും ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ക്രമീകരണങ്ങളെയെല്ലാം നമ്മളൊന്ന് ചേർത്ത് വെച്ചൊന്ന് ധ്യാനിക്കുകയാണ്. എനിക്കിത് വിജയിക്കണം, ഞാനൊരു വിജയിയായി മാറണം. അത് എനിക്ക് ദൈവം വളരെയേറെ കഴിവുകൾ എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് എനർജിയുടെ പ്രൊഡക്ഷൻ എന്നിൽ വളരെയേറെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്നെ ഒന്ന് പ്രാപ്തനാക്കാൻ, ഇത് അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അനേകരെയും ഈ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുകയാണ്. അത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. മത്തായി സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിലെ അതിൻ്റെ 40-ഉം 41-ഉം വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്, എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത്. 45-ാമത് വചനം പറയുകയാണ്, ഈ എളിയവരിൽ ഒരുവന് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ദൈവത്തെ സേവിക്കാൻ, ശുശ്രൂഷിക്കാൻ, സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മൾ ആത്മനിറവിൻ്റെ വ്യക്തികളായി മാറുകയാണ്. ദൈവത്തെ സഹായിക്കാൻ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, സഹായിക്കാൻ ഒക്കെയും അതെങ്ങനെയാണ്? എളിയവരിൽ, പാവപ്പെട്ടവരിൽ, ഇല്ലാത്തവരിൽ, ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലാത്തവരിൽ, തട്ടിപ്പുവായി ഇറങ്ങുന്നവർക്കല്ല. ശരിക്കും ഇത് രണ്ട് മേഖലയുമുണ്ട്. ഇത് ആധ്യാത്മികമായി തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ വചനങ്ങളെയും, ദൈവത്തിൻ്റെ കൽപ്പനകളെയും, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും, ദൈവത്തിൻ്റെ സംവിധാനങ്ങളെയും, ദൈവത്തിൻ്റെ വഴികളെയും ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഗ്രഹമുണ്ടല്ലോ. ആ അനുഗ്രഹം ഒരു വിധത്തിൽ, മറ്റൊരു വിധത്തിൽ ഭൗതികമായി, സാമ്പത്തികമായി, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത വസ്ത്രത്തിന്, അങ്ങനെ രോഗത്തിന് ചികിത്സിക്കാൻ, അങ്ങനെ പാർപ്പിടം, ദൈനംദിന ജീവിതാവശ്യങ്ങൾക്ക് ഒന്നും പണം കണ്ടെത്താൻ വിഷമിക്കുന്നവർക്ക്, അങ്ങനെ ആധ്യാത്മികവും ഭൗതികവുമായി തകർന്നു കിടക്കുന്നവരിലേക്ക് എൻ്റെ കരുണയുടെ, വാത്സല്യത്തിൻ്റെ ഒരു കരമൊന്ന് നീട്ടിക്കഴിയുമ്പോൾ ദൈവം എന്നിലേക്ക് ടൺ കണക്കിന് പോസിറ്റീവ് എനർജി നിക്ഷേപിക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രൊഡക്ഷൻ വളരെയേറെ വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ഈ പോസിറ്റീവ് എനർജിയുടെ പ്രൊഡക്ഷൻ നമുക്ക് കുറേ കൂടി വർദ്ധിപ്പിക്കാൻ കഴിയുക? നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ജലസംഭരണികളിൽ എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലസംഭരണികൾക്ക് വളരെയേറെ ജലം വന്നിറയും. അത് കവിഞ്ഞൊഴുകി വെറുതെ മിസ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്നത് ഒരു 3 ജനറേറ്റർ പ്രവർത്തിച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നതെങ്കിൽ അത് 4, 5, 6 ജനറേറ്റർ പ്രവർത്തിച്ച് വളരെ കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കി അത് ഒരു തുള്ളി ജലം പോലും നഷ്ടപ്പെടുത്താതെ അത് പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ കഴിവുകളെല്ലാം നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയും. നമ്മുടെ മുഖത്ത് ഈ പോസിറ്റീവ് എനർജി ഉള്ളൊരു വ്യക്തിയുടെ മുഖഭാവം ഒത്തിരി ദൃശ്യമാകാൻ കഴിയും. പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിക്ക് രോഗം ബാധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തിക്ക് ഏത് പ്രതിസന്ധിയും വളരെ നിസ്സാരമായി അതിനെ മറികടക്കാൻ കഴിയും. കാരണം തൻ്റെ ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യമാണതെന്ന് തിരിച്ചറിയണം. അപ്പോൾ എനിക്ക് പോസിറ്റീവ് എനർജി പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ എനിക്ക് തന്നെ കഴിയും. അത് ആദ്യം എൻ്റെ ജീവിതം വിജയിക്കണോ പരാജയപ്പെടണോ, എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം. എനിക്കിനിയും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെന്ന് ഞാൻ തീരുമാനിച്ചാൽ ആ തീരുമാനങ്ങൾക്ക് അപ്പുറം മറ്റൊരു തീരുമാനമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുരോഗതിയോ വളർച്ചയോ വിജയമോ ഒക്കെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നതിനേക്കാൾ അപ്പുറം മറ്റൊരു തീരുമാനമില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ, എൻ്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകാൻ, എനിക്ക് പുരോഗതി ഉണ്ടാകാൻ, എനിക്കെപ്പോഴും നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി മാറാൻ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതിന് ഫിലിപ്പിയർ 4-ാം അധ്യായത്തിലെ
13-19 വചനം പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്ന ഈശോ, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈശോ എന്നെ ശക്തനാക്കുന്നുണ്ട്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് അസാധ്യമെന്ന് ഒന്നില്ല. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന ഈശോയിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ജീവിതത്തിൽ വളരെയേറെ വിജയം വരിച്ചവരെല്ലാം ഈ പോസിറ്റീവ് എനർജിയുടെ ആളുകളായിരുന്നു. നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളുമായിട്ടുള്ള ബന്ധം തന്നെ പരമാവധി കുറച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെയേറെ ഉപകാരപ്രദമായി മാറും. നെൽസൺ മണ്ടേലയും മദർ തെരേസയെ പറ്റിയാണ് ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടുള്ളത്. അവരുടെ പ്രാർത്ഥന ജീവിതം കൊണ്ടും അവരുടെ കൗദാശിക സ്വീകരണം കൊണ്ടും അവരുടെ വചന വായന കൊണ്ടും വചനധ്യാനം കൊണ്ടും ജവമാര പ്രാർത്ഥന കൊണ്ടും അനുദിന ദീപവിലി കൊണ്ടും അവർ ഓരോ ദിവസവും പോസിറ്റീവ് എനർജി ഇങ്ങനെ രൂപപ്പെടുക. അവർ രൂപപ്പെടുന്ന പോസിറ്റീവ് എനർജി അവർക്ക് അത് വളരെയേറെ ആ ദിവസത്തെ വളരെയേറെ ഊർജ്ജം നൽകുക. അത് വളരെയേറെ കരുതൽ അവരുടെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹമായി മാറും. അത് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് നെഗറ്റീവായ എനർജി ഉള്ളവരായുള്ള എല്ലാ ബന്ധം നമ്മൾ ഒഴിവാക്കി ഈ പോസിറ്റീവ് എനർജി രൂപപ്പെടുവാൻ തക്ക വിധത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും വസ്ത്രധാരണവും നമ്മുടെ മുഖഭാവവുമെല്ലാം ഒന്ന് രൂപപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഈ ഒരു എനർജി നമ്മളങ്ങ് വളരാൻ തുടങ്ങും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ രീതിയെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ നല്ല പൂർണ്ണമായും ശ്വാസം വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരവും ഒരു വലിയൊരു ഊർജ്ജം വന്നുണ്ടാകും. ശരിക്കും ശ്വാസോച്ഛ്വാസത്തിലൂടെ ഇത് നേടിയെടുക്കാൻ കഴിയുമെന്ന് യോഗയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഇവിടെ പ്രാക്ടിക്കലായ തലത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതൊരു വ്യക്തിക്ക് നന്മയുണ്ടാകാൻ തക്ക വിധത്തിൽ പ്രത്യാശയോടെ നിൽക്കാൻ, ചങ്കൂറ്റത്തോടെ നിൽക്കാൻ, ആത്മവിശ്വാസത്തോടെ നിൽക്കുവാൻ, ഏതിനെ കീഴ്പ്പെടുത്താൻ പോകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന വഴികളെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ചത്. ഇതൊരു നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുവാൻ നമുക്ക് വളരെയേറെ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ.